തൊഴിലിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശങ്ങളും ഉയർത്തിപ്പിടിച്ചാണ് ലോകമെങ്ങും മെയ് ദിനം ആചരിക്കുന്നത്. ഒരു കാലത്ത് 20 മണിക്കൂർ വരെ ജോലിയും വളരെ കുറവായ വേതനവുമുള്ള ദുരിത ജീവിതത്തിൽ നിന്ന് കരകയറാൻ തൊഴിലാളികൾ സംഘടിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ലോക തൊഴിലാളി ദിനം. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന അവകാശം അവർ പൊരുതി തന്നെ നേടിയതാണ്. തൊഴിലാളികളുടെ അവകാശ പോരാട്ടത്തിനിടെ 1886 ചിക്കാഗോയിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണ പുതുക്കൽ കൂടിയാണ് ഓരോ മെയ് ദിനവും. തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനത്തിനായുള്ള മുദ്രാവാക്യം മുഴങ്ങിയ കാലമാണ് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങൾ. 8 മണിക്കൂറിൽ കൂടുതൽ തൊഴിൽ ചെയ്യില്ലെന്ന് തൊഴിലാളികൾ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് 1886 മെയ് 1 അമേരിക്കയിലെ ഫെഡറേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ട്രേഡ്സ് ആൻഡ് ലേബർ യൂണിയൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ചിക്കാഗോയിൽ 80,000-ലധികം തൊഴിലാളികൾ ഒത്തുകൂടിയത്. അന്ന് പോലീസ് നടത്തിയ വെടിവെപ്പിൽ 4 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. വെടിവെപ്പിൽ പ്രതിഷേധിക്കാൻ മെയ് 4 തൊഴിലാളികൾ ഹേമാർക്കേഡ് ജംഗ്ഷനിൽ ഒത്തുകൂടി. ആ യോഗത്തിലേക്കും പോലീസ് എത്തി പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. അതിനിടെ അവിചാരിതമായ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു പൊട്ടിത്തെറിയുണ്ടായി. അതോടെ പോലീസ് തൊഴിലാളികൾക്ക് നേരെ വെടിവെക്കാൻ തുടങ്ങി. അന്ന് എത്ര തൊഴിലാളികൾ കൊല്ലപ്പെട്ടുവെന്ന കണക്ക് ഇന്നും ലഭ്യമല്ല. 7 പോലീസുകാർ കൊല്ലപ്പെട്ട ഹേമാർക്കേഡ് സംഭവത്തിന്റെ പേരിൽ 4 തൊഴിലാളി നേതാക്കളെയാണ് തൂക്കിക്കൊന്നത്. 1889 ജൂലൈ 14 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്നതിനായി പാരീസിൽ ചേർന്ന ലോക തൊഴിലാളി കോൺഗ്രസിലാണ് മെയ് 1 തൊഴിലാളി ദിനമായി ആചരിക്കാനുള്ള നിർദ്ദേശം ഉയരുന്നത്. പിന്നീട് 1892 സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടത്തിയ അന്തർദേശീയ സോഷ്യലിസ്റ്റ് സമ്മേളനത്തിലാണ് മെയ് 1 ലോക തൊഴിലാളി ദിനമായി പ്രമേയത്തിലൂടെ അംഗീകരിക്കപ്പെട്ടത്. തൊഴിലാളികൾ മെയ് 1 ജോലികൾ നിർത്തിവെക്കണമെന്നുള്ള പ്രമേയം പാസാക്കിയത് 1904 ആംസ്റ്റർഡാമിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിന്റെ വാർഷിക യോഗത്തിലാണ്. തൊഴിൽ, സമയം, ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ എന്നിവയെല്ലാം തൊഴിലാളികൾ പൊരുതി നേടിയതാണ്. നീണ്ടകാലത്തെ പോരാട്ടങ്ങളിലൂടെ പീഡനങ്ങളെ അതിജീവിച്ച് അവകാശങ്ങൾ നേടിയെടുത്തതിന്റെ സ്മരണയിലാണ് സർവ്വരാജ്യ തൊഴിലാളികൾ മെയ് 1 ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. അന്തർദേശീയ തൊഴിലാളി ദിനം അഥവാ മെയ് ദിനം ലോകവ്യാപകമായി എല്ലാ കൊല്ലവും മെയ് 1 ആചരിക്കും. ലോകത്തിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച തൊഴിലാളികൾക്കുള്ള ആദരമായിട്ടാണ് ഈ ദിനാചരണം. അവരുടെ പ്രയത്നങ്ങളെ ആദരിക്കുക മാത്രമല്ല, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് തൊഴിലാളികളെ ബോധ്യപ്പെടുത്തുക കൂടിയാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 1923 ഇന്ത്യയിൽ ആദ്യമായി മെയ് ദിനാചരണം തുടങ്ങിയത്. ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന ട്രേഡ് യൂണിയനാണ് മെയ് ദിനത്തിൽ ചെങ്കൊടി ഉയർത്തിയത്. ഇത് സംഘടിപ്പിച്ചത് ശിങ്കാരവേലു ചെട്ടിയാർ എന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ കേരളത്തിൽ അത് ചെയ്തത് തൃശ്ശൂർക്കാരനായ KP പോൾ ആയിരുന്നു. കുറ്റൂക്കാരൻ പോൾ എന്നും പൈലിച്ചേട്ടൻ എന്നും അദ്ദേഹം തൃശ്ശൂരിൽ അറിയപ്പെടുന്നു. 1936 മെയ് 1 കേരളത്തിൽ ആദ്യമായി മെയ് ദിനം ആഘോഷിക്കുന്നത്. അന്ന് KP പോളും പിന്നീട് കമ്മ്യൂണിസ്റ്റ് നേതാവായി പ്രസിദ്ധനായ KK വാര്യരുമൊക്കെ തൃശ്ശൂർ ലേബേഴ്സ് ബ്രദർഹുഡ് എന്ന സംഘടനയിലാണ് പ്രവർത്തിച്ചത്. ആ ട്രേഡ് യൂണിയനിൽ അന്ന് 300-ഓളം പേരുണ്ടായിരുന്നു. അന്നത്തെ മെയ് ദിന റാലിക്ക് 50-ഓളം അംഗങ്ങൾ ഓഫീസിന് മുന്നിൽ എത്തിയെങ്കിലും മെയ് ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ജാള്യം കൊണ്ടോ അവരൊക്കെ അവിടെ നിന്നും വിട്ടുപോയി. ആകെ 7 പേർ മാത്രമാണ് പിന്നീട് ബാക്കിയായത്. 3 രൂപ കൂലി കൊടുത്ത് 3 ബാൻഡ് വാദ്യക്കാരെ കൊണ്ടുവന്നിരുന്നു. അവരും ചേർന്നപ്പോൾ അത് 10 പേരായി. 10 പേരെ വെച്ച് ഘോഷയാത്ര നടത്താൻ ആദ്യമൊന്നും മടിച്ചെങ്കിലും KP പോൾ ചെങ്കൊടിയുമായി ഇറങ്ങിയതോടെ ബാക്കി 6 പേരും മുദ്രാവാക്യം മുഴക്കി. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന വിളികൾ തൃശ്ശൂരിൽ മുഴങ്ങിക്കേട്ടു. കേരളത്തിൽ ആദ്യമായി നടന്ന ആ മെയ് ദിന റാലിയിൽ പങ്കെടുത്തവർ KP പോൾ, KK വാരിയർ, MA കാക്കൂക്കടവിൽ, വറീദ് കൊമ്പൻ, പോൾ, OK ജോർജ്, കാട്ടൂക്കാരൻ തോമസ് എന്നിവരാണ്. ആദ്യത്തെ മെയ് ദിന റാലി നയിച്ച KP പോൾ പിന്നീട് അറിയപ്പെടുന്നത് പ്രശസ്തമായ പോപ്പുലർ ഓട്ടോമൊബൈൽസിന്റെ ഉടമസ്ഥൻ എന്ന നിലയിലാണ്.